പറയുകയാണ്. അത് വൈകാരികമായ ചില മുദ്രാവാക്യങ്ങൾ തീരേണ്ടതല്ല. നമുക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകണം. ആ ദൗത്യം സത്യസന്ധമായി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, തലമുറയ്ക്ക് ഇവിടെ പൗരന്മാരെന്നും ജീവിക്കാൻ കഴിയില്ല. എന്താ സംഘപരിവാർ പറയുന്നത്? അവര് പറയുന്ന ഓരോന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. എന്താ നടപ്പിലാക്കാത്തത്? ബാബരി മസ്ജിദ് പൊളിച്ചു, പകരം ആ വഖഫിന്റെ പുണ്യമായ ഭൂമിയിൽ അവർ ക്ഷേത്രം പണിതു. ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു. രാജ്യത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും അവർക്കൊരു നിലപാടുണ്ട്. അവകാശമില്ലാത്തവരായി ഇവിടെ കഴിയണം. വോട്ടവകാശം ഉണ്ടാകാൻ പാടില്ല, റേഷൻ കാർഡ് ഉണ്ടാകാൻ പാടില്ല, ഒരു തുണ്ട് ഭൂമി പോലും അവരുടെ പേരിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ അവകാശമില്ലാത്തവരായി, ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽ പോലും പോകാൻ അവസരമില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ സ്വന്തമായി സാംസ്കാരിക തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ പാടില്ല. അതിന് സഹായകരമാകുന്ന, വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒരു സമ്പത്തും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വഖഫ് സ്വത്ത് നിയമം മൂലം സംഘപരിവാർ ഗവൺമെന്റ് കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് SIR കൊണ്ടുവന്ന് പൗരന്മാരുടെ അവകാശം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങളെ മാത്രമല്ല, രാജ്യത്തിന്റെ പിന്നാക്ക ജനതയുടെ ഉൾപ്പെടെ. അങ്ങനെ ഇതെല്ലാം ചെയ്ത് RSS നിശ്ചയിച്ച ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക്, ഭരണഘടനാ വിരുദ്ധമായ ഒരു രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, അതിന്റെ മുൾ സർവ്വതും പതറിപ്പോകുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, ഇത് ജനാധിപത്യ രാജ്യമാണ്. അഭിമാനത്തോടെ ഭരണഘടനയ്ക്ക് വേണ്ടി ജിന്ദാബാദ് വിളിച്ച് ഈ രാജ്യത്തിന് ഒരു ബദൽ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തം നാം നിർവഹിച്ചില്ലെങ്കിൽ ആര് ചെയ്യും? മനസാക്ഷിയോടാ ചോദിക്കണ്ടേ. അവനവൻ ചോദിക്കണവനവന്റെ മനസാക്ഷിയോട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആരല്ല പ്രതീക്ഷയർപ്പിക്കുന്നത്? രാഷ്ട്രീയ വിരോധം മാത്രം പറയുകയില്ല. പാണക്കാട് കുടുംബം നോക്കുമെന്നാണോ? രാഹുൽ ഗാന്ധി നോക്കുമെന്നാണോ? പിണറായി സഖാവ് നോക്കുമെന്നാണോ? ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? ഒരു ബദൽ ഇവിടെ വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത ആർക്കാണ്? RSSുമായി സഹകരിക്കൽ, അഭിമാനമായി അനുസ്മരിക്കുന്ന ഈ ജീർണിതമായ സാമ്പ്രദായിക രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് കഴിയുമോ? RSSന്റെ ചരിത്രം എന്താ? സംഘപരിവാറിന്റെ ചരിത്രം എന്താ? എന്ത് ന്യായമാണുള്ളത് അതിന്? എന്ത് യുക്തിയാണ് അതിനുള്ളത്? അവനവന്റെ ചില ഒരു താൽക്കാലിക ലാഭത്തിനും സൗകര്യത്തിനും വേണ്ടി. ആരാണ് ഞാൻ ചോദിക്കുന്നത്? നമ്മുടെ നിലപാട് ജനാധിപത്യപരമായ നിലപാടില്ലേ? RSSന് നിലപാട് സ്വീകരിച്ചത് കൊണ്ട് ജീവൻ കൊടുക്കേണ്ടി വന്ന കൽബുർഗിയുടെ നാടല്ല ഇന്ത്യ, അല്ലേ? എന്തിനു വേണ്ടിയാ ജീവൻ കൊടുത്തത്? ജനാധിപത്യത്തിന് വേണ്ടി സംഘപരിവാർ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. അങ്ങനെ 1000 ആളുകളില്ലേ? അത്തരം അങ്ങനെ അതിന്റെ പേര് കൊല്ലപ്പെട്ട ജഡ്ജിമാരില്ലേ? ഒരു മതപണ്ഡിതൻ നിലപാട് സ്വീകരിക്കും. അങ്ങനെ RSSന് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്ന, RSSന് ഞങ്ങൾ എതിരാണെന്ന് പറയുന്ന, അത് ഫാഷിസമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രമേയം ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ഷേപിക്കുകയല്ല. എന്താ അതിന്റെ കാരണം? ആരാണിത് ചെയ്യുക? ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എവിടെയാണ് പറഞ്ഞത്? മക്കൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു വീട് വേണമെങ്കിൽ ആരെങ്കിലും കെട്ടിത്തരുമെന്നാണോ? അവരുടെ ഉപജീവന മാർഗം ആരെങ്കിലും തരുമെന്നാണോ? അവരുടെ പഠന സൗകര്യം, അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കല്, അങ്ങനെ സർവ്വതും ആരെങ്കിലും തരില്ല. ഞാൻ തന്നെ മുൻകൈയെടുക്കണമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതെ, ജനാധിപത്യ ഇന്ത്യയുടെ പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ, അഥവാ എന്റെ മക്കൾ ഉൾക്കൊള്ളുന്ന, എന്റെ നാട്ടുകാർ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ പുതിയ തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ, അസ്തിത്വം സംരക്ഷിച്ച് ജീവിക്കാൻ, സ്വത്വബോധത്തോടെ ജീവിക്കാൻ ഞാൻ ചോദിക്കുന്നു, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സർവ്വതും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ അതിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തി രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് ഇനി നമുക്ക് തോന്നിയിട്ടില്ലേ? ഇനി നമുക്കത് തോന്നിയിട്ടില്ലേ?